ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളിൽ മെച്ചപ്പെടുന്ന സൂചനകൾ പ്രകടമാകുന്നതിനിടയിൽ ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യൻ സർക്കാരിന്റെ കരാറുകളിൽ വീണ്ടും പങ്കെടുക്കാൻ വഴിയൊരുക്കുന്ന നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. സർക്കാർ ടെൻഡറുകളിൽ ചൈനീസ് സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തിനായി കഴിഞ്ഞ 5 വർഷമായി നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം ആലോചിക്കുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. നയതന്ത്ര തലത്തിലെയും അതിർത്തി മേഖലയിലെയും സംഘർഷങ്ങൾ ക്രമാതീതമായി കുറഞ്ഞുവരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. നിലവിൽ സർക്കാർ കരാറുകളിൽ പങ്കെടുക്കാൻ ചൈനീസ് കമ്പനികൾ നിർബന്ധമായും രജിസ്ട്രേഷൻ നടത്തുകയും രാഷ്ട്രീയ സുരക്ഷാ അനുമതികൾ നേടുകയും വേണമെന്ന നിബന്ധനകൾ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ധനകാര്യ മന്ത്രാലയം തയ്യാറാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രമേ ഈ തീരുമാനം ഔദ്യോഗികമായി നടപ്പിലാക്കൂ. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ സംഘർഷങ്ങളെ തുടർന്നാണ് ചൈനീസ് കമ്പനികൾക്കെതിരെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതോടെ ഏകദേശം 700 മുതൽ 750 ബില്യൺ ഡോളർ വരെ മൂല്യമുള്ള സർക്കാർ പദ്ധതികളിൽ നിന്നും ചൈനീസ് കമ്പനികൾ പൂർണ്ണമായി പുറത്തായി. ഈ നയം ചൈനീസ് സ്ഥാപനങ്ങളെ ഗണ്യമായി ബാധിച്ചു. നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതിന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിക്ക് 216 മില്യൺ ഡോളറിന്റെ ട്രെയിൻ നിർമ്മാണ പദ്ധതിയിൽ മത്സരിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടു. 2024 ഒരു റിപ്പോർട്ട് പ്രകാരം 2021 ചൈനീസ് കമ്പനികൾക്ക് ലഭിച്ച പുതിയ പദ്ധതികളുടെ മൂല്യം 27% ഇടിഞ്ഞ് 1.67 ബില്യൺ ഡോളറായി കുറഞ്ഞതായും വ്യക്തമാക്കുന്നു. പദ്ധതികളുടെ നടപ്പാക്കൽ വൈകുന്നതും വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങളും മൂലം വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങൾ ഈ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. തങ്ങളുടെ മേഖലകളിലെ നിർണായക പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇളവുകൾ അനുവദിക്കണമെന്ന ആവശ്യമാണ് പല മന്ത്രാലയങ്ങളും മുന്നോട്ട് വെച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട മേഖല ഊർജ്ജ മേഖലയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ചൈനീസ് ഉപകരണങ്ങളുടെ ഇറക്കുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം അടുത്ത ദശകത്തിനുള്ളിൽ ഇന്ത്യയുടെ താപവൈദ്യുത ഉൽപാദന ശേഷി ഏകദേശം 307 ഗിഗാവാട്ടായി ഉയർത്താനുള്ള പദ്ധതികൾ വൈകിപ്പോയി. ഇന്ത്യ ചൈന ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്ന സമയത്താണ് ഈ നയമാറ്റ ചർച്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം 7 വർഷത്തിനിടയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുകയും വാണിജ്യ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ വീണ്ടും ആരംഭിച്ചു. കൂടാതെ ചൈനീസ് പ്രൊഫഷണലുകൾക്ക് ബിസിനസ് വിസ ലഭിക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യ നടപടികൾ ലഘൂകരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ചൈനീസ് കമ്പനികളിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ നയപരമായ മാറ്റങ്ങൾക്ക് മുൻപായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യവും ഇന്ത്യയുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളിൽ പങ്കുവഹിച്ചുവെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഈ നീക്കം രാഷ്ട്രീയമായും തന്ത്രപ്രധാനമായും വിമർശനങ്ങൾ ക്ഷണിക്കുന്നതാണ്. ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ലെന്ന സാഹചര്യത്തിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നത് സുരക്ഷാ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക ചില വൃത്തങ്ങൾ ഉയർത്തുന്നുണ്ട്. ചൈനീസ് കമ്പനികൾ വഴി ഡാറ്റ ചോർച്ച, സപ്ലൈ ചെയിൻ ആശ്രിതത്വം തുടങ്ങിയ ഭീഷണികളും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും ആഗോള സാഹചര്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ പ്രായോഗികമായ സമീപനം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലകളിലെ മാറ്റങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ, ആഗോള സാമ്പത്തിക മന്ദഗതി തുടങ്ങിയ ഘടകങ്ങൾ ഇന്ത്യക്ക് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട സാഹചര്യം ശക്തമാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയുള്ള ചൈനീസ് പങ്കാളിത്തം ഒരു താൽക്കാലിക സാമ്പത്തിക പരിഹാരമായി കാണപ്പെടുന്നു. ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമോ എന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും തന്ത്രപ്രധാന സുരക്ഷാ വിലയിരുത്തലുകളുടെയും സാമ്പത്തിക ആവശ്യങ്ങളുടെയും സമന്വയത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ചോദ്യമാണ്. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ ഇന്ത്യ സ്വീകരിക്കുന്ന ഈ പുതിയ സമീപനം ഭാവിയിൽ ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ ദിശ തന്നെ നിർണയിച്ചേക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.